കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കത്തിക്കയറിയ വാർത്ത മലയാള മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്നു. എന്നാൽ കത്തിക്കരിഞ്ഞു വീണ വാർത്ത നൽകിയതുമില്ല. കഴിഞ്ഞ ദിവസം ദില്ലി വിജ്ഞാൻ ഭവനിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ, ഈ നിയമ സംഘടനയാണ് അത്, ആ സമ്മേളനത്തിൽ സംസാരിച്ച രാഹുൽ ഗാന്ധി പറഞ്ഞത്, കാർഷിക നിയമങ്ങൾക്കെതിരെ നമ്മൾ പോരാടിയത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഈ കാർഷിക നിയമങ്ങൾക്ക് കാരണക്കാരനായ ഒരാൾ ഇന്ന് ഈ ഭൂമിയിലില്ല. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് പറയരുതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ താനത് കേൾക്കില്ല, താൻ അത് പറയുക തന്നെ ചെയ്യും. അരുൺ ജെയ്റ്റ്ലിയാണ്. താൻ ഈ സമരത്തിന്റെ മുൻനിരയിൽ എത്തിയപ്പോൾ, അതായത് കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള സമരത്തിന്റെ മുൻനിരയിൽ താൻ പോരാടിയപ്പോൾ അരുൺ ജെയ്റ്റ്ലി ആളെ വിട്ട് തന്നെ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞത്, ഈ പോരാട്ടത്തിൽ നിങ്ങൾ പിന്മാറിയില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നാണ്. അപ്പോൾ താൻ ആ വന്ന ആളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ആള് മാറി, കാരണം നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള തള്ളും രാഹുൽ ഗാന്ധി തള്ളി. വലിയ കൈയടിയൊക്കെ കിട്ടി. കോൺഗ്രസിന്റെ സൈബർ വിങ് ഈ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിലെ ഏറ്റവും വലിയ രസകരമായ സംഭവം പിന്നീടാണ് സംഭവിച്ചത്. ഈ അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്ന BJPയുടെ ഏറ്റവും ഉന്നതനായ നേതാവ്, കേന്ദ്രമന്ത്രിയായിരുന്ന നേതാവ്, ആ നേതാവ് മരിക്കുന്നത് 2019 എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ നോഹൻ ജെയ്റ്റ്ലി രംഗത്തെത്തി. 2019 മരിച്ച ഒരാൾ എങ്ങനെയാണ് 2020 കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതിന് ശേഷം താങ്കളെ ഭീഷണിപ്പെടുത്താൻ വന്നതെന്നും കൂടി വ്യക്തമാക്കണം. ഏതായാലും കള്ളൻ എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയതോടുകൂടി ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് പാർട്ടിക്കാർ പോലുമില്ല. ഇന്നലെ ഈ വീഡിയോ ആഘോഷിച്ച കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളെല്ലാം വാർത്ത മുക്കിയിരിക്കുന്നു, ശ്മശാനമുഖമായിരിക്കുന്നു. ഏതായാലും മലയാള മാധ്യമങ്ങൾ ഇത് തൊട്ട ലക്ഷം കാണുന്നില്ല. ഏതായാലും വളരെ രസകരമായ ഒരു വാർത്ത. ഇങ്ങനെയുള്ള ഒരു പ്രതിപക്ഷ നേതാവുള്ളപ്പോൾ BJPക്ക് ഇനി വരും കാലങ്ങളിലും ഭയക്കേണ്ടതായിട്ടില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.